ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു റീസൈക്ലിംഗ് ക്രാഫ്റ്റാണ്. സിമ്പിളായിട്ടുള്ളൊരു ക്രാഫ്റ്റാണിത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം നമുക്ക് ഈ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി മെയിനായിട്ട് വേണ്ടുന്ന സാധനമാണ് നമ്മുടെ ഈ ഐസ്ക്രീമിൻ്റെ ഡെപ്പി ഉണ്ടല്ലോ, ഇതാണ് വേണ്ടത്. അപ്പം ഞാൻ ഇത്തുള്ള ഒരു ഡെപ്പിയാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ കാണിക്കാൻ വേണ്ടി എടുത്തതാണ്. നമ്മൾ ഇതിൻ്റെ കുറച്ച് വലിയ ഡെപ്പിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഉണ്ടല്ലോ, ഇതിൻ്റെ പുറത്തെ ഈ പേപ്പർ ഇളക്കി കളയാൻ വേണ്ടി കുറച്ച് പാടാണ്. അപ്പോൾ നമ്മൾ കുറേ നേരം ഇത് വെള്ളത്തിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇളക്കി എടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ ഉടനെ തന്നെ എടുത്തിട്ട് നമുക്ക് ചെയ്യേണ്ടതാണെങ്കിൽ കുറച്ച് പാടാണ് കളയാൻ വേണ്ടി. അപ്പം കണ്ടല്ലോ, ഞാൻ ഈ വലിയ ഡെപ്പിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മളിവിടെ ഈ പേപ്പർ ഫുള്ള് കളഞ്ഞിട്ടില്ല. ഒരു നൈഫും കൊണ്ട് ചെറുതായിട്ട് ചിരണ്ടി കളഞ്ഞേക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഈ പേപ്പർ കളയണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കുക, എന്നിട്ട് അതിനെ എടുത്ത് കളയാവുന്നതാണ്. ഇല്ലെങ്കിൽ നമുക്ക് ഈ പേപ്പർ ഇങ്ങനെ ഞാനിപ്പോൾ ഈ ബോട്ടിൽ ചെയ്തേക്കുന്ന ഈ രീതിക്കും വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ പുറത്ത് സ്പ്രേ പെയിൻറ്റ് അടിച്ചു കൊടുത്തേച്ചാൽ മതി. അതാകുമ്പോൾ നല്ലൊരു ഫിനിഷിങ് കിട്ടും. അപ്പം ഞാനിവിടെ ഇങ്ങനെ ആ പേപ്പർ ചിരണ്ടി കളഞ്ഞേക്കുന്നതാണ് ഇത്. അപ്പം നമ്മുടെ ഈ വീഡിയോയ്ക്കകത്ത് ചുവനെ എടുത്ത് അറിയാത്തതാണ്. ഇതിലിപ്പം ഒരു ബ്ലാക്ക്, വൈറ്റ്, ബ്ലൂ എന്നിങ്ങനെ ഈ 3 ഷെയ്ഡുകളാണ് തോന്നിക്കുന്നത്. അപ്പം നമ്മുടെ ഈ വീഡിയോയ്ക്കകത്ത് കാണുമ്പോൾ ബ്ലാക്ക് ചുവനെ എടുത്ത് അറിയുന്നില്ല. അപ്പോൾ ഇത് നേരിട്ട് കാണാൻ വേണ്ടി കുറച്ചും കൂടി നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം, ഇല്ലെങ്കിൽ സ്പ്രേ പെയിൻറ്റ് അടിച്ചു കൊടുക്കുക, ഇല്ലെങ്കിൽ ആ പേപ്പർ ഫുള്ളേ കളഞ്ഞിട്ട് കളർ അടിച്ചു കൊടുത്താലും മതി. അപ്പം നമ്മളിവിടെ അക്രിലിക് കളർ ബ്ലൂ ആണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ പെയിൻറ്റ് അടിച്ചു കൊടുത്ത് നമ്മൾ നന്നായിട്ട് ഡ്രൈ ആകാൻ വേണ്ടി വെച്ചിട്ട് എടുത്തേക്കുന്ന ഡെപ്പിയാണിത്. ഇനി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് സ്റ്റോൺ ചെയിനാണ്. വൈറ്റ് ഗ്ലൂ എടുത്തിട്ടുണ്ട് ഇത് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി. ഇതിൻ്റെ അടിഭാഗത്തോടെ നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ സ്റ്റോൺ ചെയിൻ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ ലേസോ സ്റ്റോണോ അല്ലെങ്കിൽ പേളോ എന്തുവാണോ ഉള്ളത് അതനുസരിച്ച് നമുക്ക് ഇതിനെ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പം നമ്മൾ ഗം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടിഭാഗത്തോടെ ഇത് ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് ഈ ഡെപ്പി ഇങ്ങനെ ചെയ്തെടുത്തിട്ട് ഒന്നില്ലെങ്കിൽ ഇൻഡോർ പ്ലാന്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി എടുക്കാം. ഇല്ലെങ്കിൽ നമ്മൾ വീഡിയോയ്ക്കകത്ത് തുടക്കത്തിൽ കണ്ടില്ലേ ടൂൾസൊക്കെ ഇട്ട് വയ്ക്കുന്നത്, അതുപോലൊക്കെ വേണമെങ്കിലും എടുക്കാം. അപ്പം നമ്മുടെ ഈ ഒരു ബോട്ടിൽ മാത്രം മതി. ഐസ്ക്രീമിൻ്റെ ബോട്ടിൽ എല്ലാവരുടെയും വീട്ടിൽ കാണുമല്ലോ. നമുക്കിതും കൊണ്ട് 2-3 ആവശ്യങ്ങൾ അങ്ങനെ നടത്താം. നല്ലൊരു ഭംഗി ആണ് ഈ ബോട്ടിൽ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോഴത്തേന് തരുന്നത്. അപ്പം നമ്മൾ ആ ഒരു ലെയർ ചുറ്റിയെടുത്തിട്ടുണ്ട്. ബാക്കി വരുന്നതിനെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഒരു ലെയറും കൂടി കൊടുക്കുവാണ്. അതിനുവേണ്ടി വീണ്ടും ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ്. എന്നിട്ട് നമുക്കത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം അടിവശത്ത് നമ്മൾ 2 ലെയർ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ വശത്തായിട്ട് ഗം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അവിടെ നമുക്ക് ആ ചെയിൻ ഒട്ടിച്ചു കൊടുക്കാം. ഇതിൻ്റെ ഈ താഴ്ഭാഗത്തായിട്ടും ഗം അപ്ലൈ ചെയ്തിട്ട് അവിടെ നമുക്ക് ഈ സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ബോട്ടിലിൻ്റെ ആ അടപ്പിൻ്റെയും കൂടി സീലിംഗ് വരുന്നൊരു ഭാഗമുണ്ടല്ലോ, അവിടെ നമ്മൾ ഇത് ഒട്ടിച്ചു കൊടുക്കുന്നില്ല. അവിടെ വിട്ടിട്ടാണ് ഇതിങ്ങനെ ബാക്കി ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഇത്തരം ഭാഗത്തായിട്ട് ഇങ്ങനെ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ഡ്രോപ്പ് ഷേപ്പ്ഡ് സ്റ്റോണാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ കയ്യിൽ എത്രയാണോ ഉള്ളത് അതെടുക്കാവുന്നതാണ്. എന്നിട്ട് നമ്മൾ അവിടെ എവിടെയായിട്ട് ഈ ഗമ്മൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കാം.
നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തണം, ഓൾ എന്നുള്ള ഓപ്ഷനും കൊടുക്കണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുകയുള്ളൂ. നമ്മുടെ ഈ ചാനലിൽ ഇനി ഒരുപാട് നല്ല നല്ല വീഡിയോസ് വരാനുണ്ട്. ഇനി നമ്മൾ ഈ സ്റ്റോൺ ഒട്ടിച്ചതിൻ്റെ ഇടയ്ക്കൂടെ ഉണ്ടല്ലോ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളവിടെ ചെറിയ വൈറ്റ് കളറിലെ പേളുണ്ടല്ലോ അതാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ കയ്യിൽ ഉള്ളതനുസരിച്ച് ഒട്ടിച്ച് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം ഒന്നും വേണമെന്ന് നിർബന്ധമില്ല. നമ്മൾ ചെയ്തപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊരു ഗ്യാപ്പ് വന്നില്ലായിരുന്നു, അവിടെയായിട്ട് ഈ ഫ്ലവർ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുവാണ്. അപ്പോൾ ഇതൊരു ലേസാണ്. ആ ലേസിൽ നിന്ന് ഈ ഒരു ഫ്ലവറായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതാണ്. എന്നിട്ട് അത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഒരു പേളും കൂടി വെച്ച് കൊടുക്കാം. അപ്പം നേടെ നമ്മുടെ ഡെപ്പിയുടെ ഫിനിഷായി കിട്ടിയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണിത്. നല്ലൊരു ഭംഗിയുമാണ് ഇതിങ്ങനെ ചെയ്തെടുക്കുമ്പോഴത്തേനും. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ.